ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു അടിപൊളി മോഡൽ, അതായത് ജാഗോറിൻ്റെ ഫുൾ ബ്ലാക്ക് ആയിട്ട് വരുന്ന നമുക്ക് ഒരു പ്രൊഫഷണൽ ലെവലിൽ ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ക്ലോസറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ ഡോറ് അടഞ്ഞു വരുന്നതിനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് സ്ലോ മോഷനിലാണ് അതിൻ്റെ ഡോറുകൾ കാര്യങ്ങൾ അടഞ്ഞു വരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ആദ്യത്തെ ക്ലോസറ്റുകളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ആ ഡോറ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒറ്റ അടി ടപേ എന്ന് പറഞ്ഞിട്ട് നേരെ താഴെ വന്നിട്ട് ഒറ്റ അടി അടിക്കും. അപ്പോൾ അത് ഭയങ്കര സൗണ്ടും കാര്യങ്ങളും ചില ക്ലോസറ്റുകളാണ് ആ എൻഡ് പൊട്ടിപ്പോകാനുള്ള ചാൻസസും കൂടുതലാണ്. കാരണം ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് സ്ലോ മോഷനിലാണ് വരുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാടി വിളിക്കുന്നതിന് തുല്യമായിട്ട് നമ്മളിതിൻ്റെ ക്ലോസറ്റിൻ്റെ MRP കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ജാഗോറിൻ്റെ ക്ലോസറ്റാണ് വരുന്നത്. MRP കണ്ടിട്ട് നിങ്ങളാരും ഞെട്ടൊന്നും വേണ്ട. ഏതായാലും നമുക്ക് അതിൽ നിന്ന് കുറച്ചുകൂടി റേറ്റ് കുറച്ച് നമുക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. 16 സംതിങ് ആണ് വരുന്നത്, 16,200 വരുന്നത്. പിന്നെ അതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെയാണ് മുകളിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മോഡൽ നമ്പർ കുറിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അതല്ല കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും, പറയാൻ സാധിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ജാഗോറിൻ്റെ തന്നെയാണ്. ജാഗോർ തന്നെ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആ ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനിയാണ്. ധൈര്യമായിട്ട് നമുക്ക് വെക്കുകയും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നിലത്ത് നിന്ന്, അതായത് ഫ്ലോർ ലെവലിൽ നിന്ന് 2-2.5 ഇഞ്ച് ഹൈറ്റ് ഓൾറെഡി കൊടുത്തതിന് ശേഷം, അതായത് അതെന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്തതിന് ശേഷം കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലീനിങ്, അതായത് ബാത്റൂമിൻ്റെ ക്ലീനിങ് വളരെ സിമ്പിളായിരിക്കും. നമുക്ക് അതിൻ്റെ താഴെ ക്ലീൻ ചെയ്യാനൊക്കെ വളരെ സിമ്പിളായിരിക്കും. എല്ലാ ബാത്റൂമിൻ്റെ എല്ലാ ഏരിയകളിലും വളരെ ക്ലീൻ ചെയ്തിടാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇത് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത് കൺസീൽഡ് ഫ്ലഷ് അതിൻ്റെ ഫുൾ സെറ്റ് വരുന്നുണ്ട്. ഹാഫ് സെറ്റും വരുന്നുണ്ട്, ഫുൾ സെറ്റും വരുന്നുണ്ട്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഹാഫ് സെറ്റിലാണ്. അതായത് ഫ്രെയിം ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ആ ഫ്രെയിം ഉൾപ്പെടെ അതിലാണ് നമ്മൾ ക്ലോസറ്റ് ഉറപ്പിച്ചിരിക്കുന്നത്. ക്ലോസറ്റ് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ വേണമെങ്കിൽ നമ്മുടെ ടോപ്പ്, അതായത് മൊത്തം ഫിനിഷിംഗ് ലെവൽ വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ക്ലോസറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 16 ഇഞ്ച് തൊട്ട് 17 ഇഞ്ചിന് ഇടയ്ക്കാണ് വരുന്നത് സ്റ്റാൻഡേർഡ് ഹൈറ്റ് വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലഷ് ചെയ്ത് നോക്കാം എന്തായിരിക്കും. കണ്ടോ, നല്ല നീറ്റായിട്ട്. അതായത് ചില ക്ലോസറ്റുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും പുറത്തേക്ക് തെറിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇതതില്ല, നീറ്റായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ പ്രൊഫഷണൽ ലെവലിൽ തന്നെ നമുക്ക് ബാത്റൂമുകളിൽ വെക്കാനും പറ്റുന്ന, ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ബ്ലാക്കിൻ്റെ ക്ലോസറ്റ്, അതായത് ആ കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. പിന്നെ അത് മാത്രമല്ല, അത്യാവശ്യം ഒരു സ്ക്വയർ ടൈപ്പ്, കുറേ ആളുകളുടെ ഓരോ മൈൻഡ് അനുസരിച്ചിട്ടായിരിക്കും. ചിലർക്ക് സ്ക്വയർ ഇഷ്ടമായിരിക്കും, ചിലർ ഓവൽ ഷേപ്പ് ഇഷ്ടമായിരിക്കും. സ്ക്വയർ വീടുകളിൽ, അതായത് കണ്ടംപററി സ്റ്റൈൽ വീടുകളിൽ വരുന്നത് കംപ്ലീറ്റ് എല്ലാ ഫിറ്റിങ്സുകളും വരുന്നത് സ്ക്വയർ ആയിരിക്കും. ഇത് സ്ക്വയർ ലെവലിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോസറ്റാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അലൈൻ കീ സിസ്റ്റമാണ്. പുതിയ മോഡലായ അലൈൻ കീ സിസ്റ്റമാണ് ക്ലോസറ്റ് ഉറപ്പിച്ചിരിക്കുന്നത്. അതായത് ജസ്റ്റ് അതിൻ്റെ അലൈൻ കീ ഇട്ടിട്ടാണ് നമ്മളത് ക്ലോസറ്റ് ഉറപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പേടിയൊന്നും വേണ്ട, ഉറപ്പ് കാര്യങ്ങളുണ്ടോ എന്നൊന്നും വേണ്ട. അതിന് വേറൊരു മെത്തേഡ് ഉണ്ട്. ഇനി അതിനെക്കുറിച്ച് ആ അലൈൻ കീ യൂസ് ചെയ്താൽ നിങ്ങൾക്കത് സ്ട്രോങ് ആയിട്ട് ഇരിക്കണമെന്ന്, അതായത് ചെറിയൊരു പേടി കൂടാതെ സ്ട്രോങ് ആയിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഐഡിയ, അതായത് എങ്ങനെയാണ് നമുക്ക് സ്ട്രോങ് ആക്കി ഉറപ്പിക്കാൻ പറ്റുക എന്നുള്ളൊരു ഐഡിയ നമുക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട്. അതായത് ഫ്ലഷിന്, കൺസീൽഡ് ഫ്ലഷിന് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വാൽവ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്കുള്ള, അതായത് ബാത്റൂം മൊത്തം യൂസ് ചെയ്യുന്നതിനും അതായത് ബാത്റൂം മൊത്തം ഉപയോഗിക്കാൻ സാധിക്കുന്നതിനും യാതൊരു തടസ്സം ഉണ്ടാവില്ല. ക്ലോസറ്റിൻ്റെ ഏരിയ മാത്രം നമുക്ക് ഇപ്പോൾ സെപ്പറേറ്റ് വാൽവിൽ ഓഫ് ചെയ്യാൻ സാധിക്കും. പിന്നെ പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഒരു അടിപൊളി മോഡൽ, ജാഗോറിൻ്റെ തന്നെ ഒരു അടിപൊളി മോഡൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഉറപ്പിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു, ജബ്രീറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മൾ കൺസീൽഡ് വെച്ചിരിക്കുന്ന ഹാഫ് സെറ്റാണ് വെച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ലൈക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാം ഊർജ്ജം, അത് അടുത്ത വീഡിയോ ചെയ്യാനുള്ള അടുത്ത ഊർജ്ജം വരുന്നത് നിങ്ങളുടെ ഓരോ ലൈക്കും അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലെ ഇൻഫർമേഷൻസ് എന്തെങ്കിലും കൈമാറണമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കും. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.